ഒരു വ്യക്തിയെയും നിരന്തരം കുറ്റപ്പെടുത്തിക്കൊണ്ട് നിങ്ങൾക്ക് ഒരിക്കലും അവരിലൊരു മാറ്റം കൊണ്ടുവരാൻ സാധിക്കില്ല. കോൺസ്റ്റന്റ് ക്രിറ്റിസിസം എന്ന് പറയുന്നത് ഒരു മെന്റൽ അബ്യൂസ് തന്നെയാണ്. പലരും നിരന്തരം നെഗറ്റീവ് ഫീഡ്ബാക്ക് കൊടുക്കുകയും ജഡ്ജ് ചെയ്യുകയും ക്രിട്ടിസൈസ് ചെയ്യുകയും ഒക്കെ ചെയ്തിട്ട് പറയും നല്ലതിന് വേണ്ടിയിട്ടാണ് പറഞ്ഞത്, നല്ലതിന് വേണ്ടിയിട്ടാണ് ചെയ്തതെന്ന്. നിങ്ങളിങ്ങനെ നല്ലതിന് വേണ്ടിയിട്ട് നിരന്തരം നെഗറ്റീവ് ആയിട്ടുള്ള കമന്റ്സും നെഗറ്റീവ് ജഡ്ജ്മെന്റും ഒക്കെ നടത്തി കഴിയുമ്പോഴേക്കും നിങ്ങൾ ഈ നല്ലതിന് വേണ്ടി ചെയ്യുന്ന കാര്യം തന്നെയായിരിക്കും ആ വ്യക്തിയുടെ കോൺഫിഡൻസ് വല്ലാതെ കുറയ്ക്കുന്നത്. അതിപ്പോ പേഴ്സണൽ റിലേഷൻ ആയിക്കൊള്ളട്ടെ, പ്രൊഫഷണൽ റിലേഷൻ ആയിക്കൊള്ളട്ടെ, കോൺസ്റ്റന്റ് ആയ ക്രിറ്റിസിസം ഒരു വ്യക്തിക്കും സഹിക്കാൻ കഴിയുന്നതല്ല. അതൊരു മെന്റൽ അബ്യൂസ് തന്നെയാണ് എന്ന് നിങ്ങൾ മനസ്സിൽ ഉറപ്പിക്കുക. നിങ്ങൾ എപ്പോഴും അവരിലുള്ള നല്ല വശങ്ങളും കൂടി പറയാനായിട്ട് ശ്രമിക്കുക. ഇന്ന ക്വാളിറ്റീസ് കണ്ടു, അത് നല്ലതായിട്ടുണ്ട്, അപ്പൊ കുറച്ചൊരു ഇമ്പ്രൂവ്മെന്റ് ഇതിലൂടെ വരുവാണെങ്കിൽ ബെറ്റർ ആയിരിക്കും. നമുക്ക് പ്രസന്റ് ചെയ്യുന്ന രീതികളിൽ ചില മാറ്റം വരുത്തിക്കൊണ്ട് അവരെ വേദനിപ്പിക്കാതെ അവരിൽ ഇമ്പ്രൂവ്മെന്റ് കൊണ്ടുവരാനായിട്ട് സാധിക്കും. എന്നിരുന്നാൽ പോലും നമ്മൾ മനസ്സിലാക്കുക, എല്ലാ വ്യക്തികളും ആഗ്രഹിക്കുന്നത് അപ്രീഷിയേറ്റ് ചെയ്യപ്പെടാൻ തന്നെയാണ്.